ഇടിഞ്ഞു വീഴാനൊരുങ്ങി കാസർഗോഡ് ഗവൺമെന്റ് കോളേജിനടുത്തുള്ള ബസ് വെയിറ്റിംഗ് ഷെഡ് അതീവ ഗുരുതരാവസ്ഥയിലാണ് ബസ് സ്റ്റോപ്പിന്റെ ഇപ്പോഴത്തെ നില. നിരവധി വിദ്യാർത്ഥികളും യാത്രക്കാരും ആശ്രയിക്കുന്ന ഈ ബസ് സ്റ്റോപ്പ് ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള അപകടങ്ങൾ അധികൃതർ വിളിച്ചു വരുത്തുന്നതായിരിക്കും. കാസർഗോഡ് വിദ്യാനഗറിലുള്ള ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികളും പരിസര പ്രദേശങ്ങളിലുള്ള നിരവധി സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും ഗവൺമെന്റ് ജീവനക്കാരും പൊതുജനങ്ങളും ഒരുപോലെ ആശ്രയിക്കുന്ന ബസ് വെയിറ്റിംഗ് ഷെഡാണ് ഗവൺമെന്റ് കോളേജിന് മുൻപിലുള്ളത്. എന്നാൽ ഈ ബസ് വെയിറ്റിംഗ് ഷെഡിന്റെ 4 തൂണുകളും ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതകളെ വിളിച്ചോതുന്നുണ്ട്. എന്നാൽ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടും അധികൃതർ കണ്ടില്ല എന്ന ഭാവത്തിലാണ്. ചുറ്റുമുള്ള തൂണുകളിൽ ഏതെങ്കിലും ഒന്ന് ഇടിഞ്ഞു വീണാൽ മേൽക്കൂര നേരെ യാത്രക്കാരുടെ ജീവന് തന്നെ വില പറയും. 500ഓളം വരുന്ന വിദ്യാർത്ഥികൾ വൈകുന്നേര സമയങ്ങളിൽ ഈ ബസ് സ്റ്റോപ്പിലാണ് ബസ് കാത്തു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളായിരിക്കും അപകടം സംഭവിച്ചാൽ ഇരയാകുന്നത്. വിഷയം അറിഞ്ഞ പബ്ലിക് കേരള ന്യൂസ് ടീം സംഭവസ്ഥലത്തെത്തിയപ്പോൾ വിദ്യാർത്ഥികൾ ബസ് സ്റ്റോപ്പിന്റെ അവസ്ഥയെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ മറ്റു യാത്രക്കാരും അവരുടെ അഭിപ്രായവും പബ്ലിക് കേരളയോട് പറഞ്ഞു. നമ്മൾ ഈ ബസ് സ്റ്റോപ്പ് എന്ന് പറയാൻ വളരെ ദയനീയ അവസ്ഥയിലാണുള്ളത്. ഇവിടെ പില്ലേഴ്സ് എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ അവസ്ഥയിലാണുള്ളത്. നമ്മൾ ബസ് വരുന്നവരെ വെയിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഇത് മാത്രമല്ല ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം അതൊന്നും ഇല്ല. നമ്മൾ ബസ് വരുന്നവരെ നിന്നിട്ട് തന്നെ വേണം. മാത്രമല്ല പില്ലറിൻ്റെ അവസ്ഥയാണെങ്കിൽ പറയാതിരിക്കാൻ പറ്റില്ല, ഫുള്ള് ക്രാക്കാണ്. നമ്മൾ ഓരോ നിമിഷവും വളരെ എന്താ പറയൽ നമുക്കിവിടെ നിൽക്കാനില്ല. വല്ല അപകടം ഉണ്ടാകാൻ സാധ്യത. അതിനൊരു ഇത് വേണം, സംരക്ഷണം. ഈ ബസ് സ്റ്റോപ്പിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ഇവിടുത്തെ തൂണുകളെല്ലാം ഇപ്പോൾ ഇടിഞ്ഞു വീണാൽ ഇവിടെ നിൽക്കുന്ന സ്ഥിരമായിട്ട് വന്ന് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സ്റ്റുഡൻസിനൊക്കെ അപകടമായതുകൊണ്ട് ഈ ബസ് സ്റ്റോപ്പ് എത്രയും പെട്ടെന്ന് മാറ്റിപ്പണിയണം. ഇത് എല്ലാവർക്കും ഭയങ്കര അപകടമാണ്. അമ്മമാരും ഫാമിലിയിലത്തെ എല്ലാവരും വരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. ഏകദേശം ഞാനൊരു 3 വർഷമായി ഇവിടെ പഠിക്കുന്നത്. പക്ഷെ ഞാൻ ഇന്നേ വരെ ഇതിനുള്ളിൽ നിന്നിട്ട് ബസ് കാത്ത് നിന്നിട്ടുണ്ടാവില്ല. ശരിക്കും പേടിയായിരുന്നു. കാരണം ഇതിൻ്റെ അവസ്ഥ കണ്ടാൽ തന്നെ മനസ്സിലാവും എപ്പോഴാണ് പൊളിഞ്ഞു പോകുക എന്നുള്ളൊരു പേടിയാണ് എല്ലാവർക്കും. അധികൃതർ എത്രയും പെട്ടെന്ന് ബസ് സ്റ്റോപ്പ് പുനർനിർമ്മിച്ചില്ലെങ്കിൽ നഷ്ടമാവുന്നത് ജീവനുകളായിരിക്കും. വിദ്യാർത്ഥികളും മറ്റ് യാത്രക്കാരും വളരെ ഭയത്തോടെയാണ് ഇക്കാര്യം ഞങ്ങളോട് തുറന്നു പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.